ഇഹലോക ജീവിതം ശാശ്വതമല്ലെന്ന സത്യം മാറക്കണ്ട മനുഷ്യ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം പേടിഞ്ഞ് നീ യാത്ര തിരിക്കുമല്ലോ. ചോദ്യം ചെയ്യപ്പെടാത്ത 4 നന്മകളുണ്ട്. തങ്ങൾ പറയാ, 1 രൂപ എവിടെ നിന്നുണ്ടായി, ആ 1 രൂപ എങ്ങോട്ട് പോയി എന്ന് കണക്ക് പറയണമെന്ന് പറഞ്ഞ അതേ നാക്കുമുണ്ട് എന്ന് പറയുന്നു. നാളെ മനുഷ്യരിൽ ഒരു അടിമ ചോദ്യം ചെയ്യപ്പെടും. ചോദ്യം ചെയ്യപ്പെടൂല 4 വിഭാഗത്തിലുള്ള ചെലവിന്. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن ماتوا منا ولجميع المسلمين والمسلمات. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى. صدق الله مولانا. أكثروا ذكر هادم اللذات. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, കാരുണ്യവാനായ തമ്പുരാൻ ജീവിതകാലം അവൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാനും മരിക്കുമ്പോൾ ആഖിബത്ത് നന്നായി മരിക്കാനും നാമുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, നമ്മിൽ നിന്ന് മൗത്തായിപ്പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബാദികൾ, ഗുരുനാഥൻ, ഷായിഖുമാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, പ്രശ്നം അവരെല്ലാം ഖബറുകളെ അള്ളാഹുവേ നീ സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കണം തമ്പുരാനെ. ജീവിതകാലം അള്ളാഹുവെ മറ്റൊരാൾക്കും ഭാരമാകാത്ത നിലക്ക് കൃത്യമായി നിനക്ക് സുജൂദി ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ളതായ മഹാഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. ലോകമെമ്പാടും വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന മഹാവിപത്തിൽ നിന്നും പ്രശ്നനെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയൊക്കെ റബ്ബേ നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. മഹാനായ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അങ്ങാടിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ചെവി ചെറുതായ ഒരു ചത്ത ആട്ടുംകുട്ടി അവിടെ വഴിയോരത്ത് കിടക്കുക. സഹാബാക്കളെയൊക്കെ അടുത്തേക്ക് വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, ഈ കിടക്കുന്ന ആട്ടിൻകുട്ടിയെ നിങ്ങൾ ആരെങ്കിലും വിലക്കെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. സഹാബാക്കളെ നോക്കിയപ്പോൾ ചത്ത് ചെയ്യാറായി കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടി തന്നെയല്ല, അതിന് ന്യൂനതയാണ്, അയബുണ്ട്. അതിന്റെ ചെവി ചെറുതാണ്. തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇത് ഞങ്ങൾക്ക് ജീവനോടെ തന്നാൽ പോലും ഞങ്ങൾ വാങ്ങിക്കൂല, പിന്നെ ഈ ചത്ത ഈ ചെവി ചെറുതായ ഈ ആട്ടുംകുഞ്ഞിനെ ഞങ്ങൾക്ക് എന്തിനാണ് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഇതിന് വെറുതെ തന്നാലും വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഈ ആട്ടിൻകുട്ടിക്ക് നിങ്ങളുടെ അടുക്കൽ ഒരു വിലയും പരിഗണനയും ഇല്ലെങ്കിൽ ഇത്ര പോലും വിലയും പരിഗണനയും ഈ ദുന്യവിയായ ജീവിതത്തിന് അള്ളാഹുവിന്റെ ഭാഗത്തില്ല. ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രവെങ്കിലും പരിഗണന ഈ ദുനിയാവിന് അള്ളാഹു തആല നൽകിയിരുന്നെങ്കിൽ ഇവിടുത്തെ ഒരു നിഷേധിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് വെള്ളം കൊടുക്കുമായിരുന്നില്ല. ഈ ദുനിയാവിന്റെ വില അത്രമാത്രം ഇടിച്ചു താഴ്ത്തിയിരിക്കുകയാണ്, അത്രമാത്രം വിലയില്ലാത്തതാണ്. അങ്ങനെയുള്ള ഈ ദുനിയാവിന്റെ ഒരു ഉപമ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി തആല അൻഹു തന്റെ അനുയായികൾക്ക് വിശദീകരിച്ചു. അതായത് ഒരു കപ്പൽ, ആ കപ്പലിലെ യാത്രക്കാരുമായി പോകുന്ന കപ്പല് ഒരു ദ്വീപിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും ദിവസങ്ങളായി കപ്പലിലാണല്ലോ, എല്ലാവർക്കും മണ്ണിലൊന്ന് ചവിട്ടാമെന്ന് വിശ്രമിക്കാം, എല്ലാവരും ഒന്ന് പുറത്തിറങ്ങിക്കോ, പെട്ടെന്ന് ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് വേഗം വന്ന് കപ്പലിലേക്ക് കയറിയേക്കാം. ഇറങ്ങിക്കഴിഞ്ഞപ്പോ ബുദ്ധിമാന്മാരായ ആളുകള്, ബുദ്ധിമതികളായ ആളുകള് അവരുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ച് വേഗം കപ്പലിൽ തിരിച്ചെത്തി സ്ഥലം പിടിച്ചു കയറി. മഹാനവറുകൾ വിശദീകരിക്കുകയാണ്, ഒരു വിഭാഗം അങ്ങനെ കയറിയിരുന്നെങ്കിൽ മറ്റൊരു വിഭാഗം അതിലേക്കൊന്ന് നടന്ന് കണ്ട, കാരണം അത്ര ആനന്ദകരമായ കാഴ്ചകളും ഒക്കെയാണ് അവിടെ ഉള്ളത്. ഇതൊക്കെ ഒന്ന് കണ്ടിങ്ങനെ രസിച്ച്
കുറെ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നപ്പോൾ അവർക്ക് സൗകര്യപ്പെട്ട സ്ഥലത്തൊന്നും സീറ്റൊന്നും കിട്ടിയില്ല. കാരണം എന്താ, മറ്റവർക്ക് കയറി സൗകര്യമുള്ള സീറ്റിലൊക്കെ ഇരുന്നു, ഒതുങ്ങിയ സ്ഥലത്തൊക്കെ കയറിയിരുന്നു. മൂന്നാമത്തെ ഒരു വിഭാഗം അവരിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ നല്ല വർണ്ണമനോഹരമായ ഈ കല്ലുകളും മണലും ഇതൊക്കെ കുറെയൊക്കെ വാരി അവര് സ്റ്റോക്ക് ചെയ്ത് ഇതൊക്കെ ആയിട്ട് കപ്പലിലേക്ക് കയറി വന്നപ്പോ ഇതൊന്നും വെക്കാനുള്ള സ്ഥലമില്ല, മരിങ്ങിനിരിക്കാനുള്ള സ്ഥലമില്ല. അപ്പൊ ഇതെല്ലാം തലയിലും ചുമലിലും ഒക്കെ ഏറ്റിക്കൊണ്ടിട്ട് അവർ ആ കപ്പലിൽ വല്ലാതെ ഞെരുങ്ങിയിരുന്നു. 3 വർഷം. നാലാമത്തെ വിഭാഗം അവരിങ്ങനെ കറങ്ങി കറങ്ങി പോയി, കണ്ടൊക്കെ ആസ്വദിച്ച് കുറെയൊക്കെ വാരി കെട്ടി സഞ്ചിയിലും പാത്രത്തിലും ഒക്കെ ആയിട്ട് വാരി കെട്ടിയൊക്കെ തിരിച്ചു വിടന്നപ്പോ കപ്പൽ പോകും. അവരവിടെ കിടന്ന് നശിച്ചു എന്നാണ്. ഇതിൽ ഒന്നാമത്തെ വിഭാഗമാണ് മുത്തഖീങ്ങൾ. അവർ അള്ളാഹുവിന് ഈ ഭൂമുഖത്തേക്ക് അവർ പറഞ്ഞയച്ചപ്പോ അവരോട് ഏൽപ്പിക്കപ്പെട്ടത് അവർ വേണ്ടതുപോലെ നിർവഹിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് ഈ ദുനിയാവിനൊരു പരിഗണനയും കൊടുക്കാതെ, നമ്മ ഇവിടെ മൂത്രമൊഴിക്കാൻ വേണ്ടി വന്നതാണ്, മലവിസർജനം ചെയ്യാൻ വന്നതാണ്, നമുക്ക് കപ്പലിലേക്ക് ഓടി കയറണം, അങ്ങനെ ഈ ദുനിയാവിന്റെ സുഖത്തിലും രസത്തിലും ഒന്നും പിന്നെ ആകൃഷ്ടരാകാതെ ദുനിയാവിലേക്കുള്ള ശ്രദ്ധ കൊടുക്കാതെ നേരെ പടച്ചതമ്പരാന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിച്ചവരാണ് ഒന്നാമത്തെ വിഭാഗം. ഖലീമ റഹ്മത്തുള്ളാഹി തആല തങ്ങൾ വിശദീകരിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം അവർ മുഅ്മിനീങ്ങൾ തന്നെ, പക്ഷെ അവർ ഈ ദുനിയാവിന്റെ ചില കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ടെങ്കിലും അവർ മുഅ്മിനീങ്ങളായിട്ട് തന്നെ മൗത്തായവരാണ്. ഈ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പേരിൽ അവർക്ക് വന്ന ചില അസൗകര്യങ്ങളാണ് നാളെ ആഖിറത്തിലുള്ളത്. ആ സൂചന. മൂന്നാമത്തെ വിഭാഗവും മുഅ്മിനീങ്ങൾ തന്നെയാണ്. അവര് കുറെ സമ്പാദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമുക്ക് മഹ്ശറയിലേക്ക് നാശമാകുന്ന ഒരു സമ്പാദ്യവും അല്ലാഹുവേ ഞങ്ങൾക്ക് ആർക്കും തരാതെ കാത്തുരക്ഷിക്കണേ. നമ്മളൊക്കെ ദുആ ചെയ്യണം. ഹിസാബ് കൂടും, വിചാരണ കൂടും. എത്രമാത്രം സൗകര്യങ്ങൾ നമ്മൾ ഈ ദുനിയാവിൽ ആസ്വദിക്കുന്നു അത്രമാത്രം വിചാരണ നാളെ മഹ്ശറയിൽ കൂടും. ഇതാണ് മൂന്നാമത്തെ പാർട്ടിനെ പഠിപ്പിച്ചത്. അവർ ഈ ദുനിയാവിന്റെ കുറെ സമ്പാദ്യങ്ങളൊക്കെ വാരിക്കൂട്ടി അങ്ങനെ തിരിച്ചവർക്ക് ആഖിറത്തിലേക്ക് വരുമ്പോൾ ഞെരുക്കം. റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടില്ലേ? റഹ്മാനായ അല്ലാഹു പഠിച്ചവനെ പലിശയും ഹറാമൊന്നും തൊടാനൊന്നും ഇട വരുത്താതെ കാക്കണേ റഹ്മാനെ. ഇന്നത്തേക്ക് അവസ്ഥ എന്റെ ബഹുമാനികളെ നിസ്കാരവും നോമ്പും ഒക്കെ ഉണ്ടെങ്കിലും സമ്പത്ത് എന്നങ്ങോട്ട് കേൾക്കുമ്പോൾ ഞാനിപ്പോൾ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ചാടി പിടിക്കുന്നതാണ്. നിസ്കരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്. ആ ചാടി പിടിക്കുന്നത് ഹലാലാകട്ടെ ഹറാമാകട്ടെ, ആ ചാടി പിടിക്കുന്ന ഒരു നാണയം കൊണ്ടിട്ട് തന്നെ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന ധാരാളം ആളുകളുണ്ട്. പോട്ടെ, നമ്മൾ അതിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. മൂന്നാമത്തെ വിഭാഗം ഇതാണ്. സമ്പത്ത് സമ്പാദിച്ച ആളുകൾ വല്ലാതെ ഞെരുങ്ങി സ്വർഗത്തിലേക്ക് കയറുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ സംഭവം കണ്ടില്ലേ? വലിയ സമ്പന്നനായ മഹാനവറുകള് മിറാജിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ കണ്ടപ്പോൾ സഹാബാക്കളെ പലരും കാണുന്നു, പക്ഷേ സമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കാണുന്നില്ല. നോക്കുമ്പോ ഇങ്ങനെ ഇരുന്ന് ഞെരങ്ങി വരികയാണെന്നാണ്. എന്താ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? പൊന്നാ റസൂലേ, എന്റെ സമ്പത്തിന്റെ വരവും ചെലവും എങ്ങനെയാണ് എനിക്ക് മുതൽ വന്നത്, എങ്ങനെയാണ് ചെലവാക്കിയത്? 1 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ സമ്മാനം പറയേണ്ടി വരും. ഒരു കാരക്ക ഇങ്ങനെ 3ആയിട്ട് കീറിയിട്ട് ഒരു കഷ്ണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കയ്യിലും മറ്റേ കഷ്ണം ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കയ്യിലും മൂന്നാമത്തെ കഷ്ണം തന്റെ കയ്യിലും പിടിച്ചോണ്ടിട്ട് പൊന്നാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, ഈ കാരക്ക കീറില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു കാരക്ക 3ആയിട്ട് കീറിയതാണ് അതിന്റെ ഒരു കഷ്ണം. ഇതിനെ സംബന്ധിച്ച് നാളെ മത്സരയിൽ ഇതിനും ചോദ്യപ്പാടുണ്ടാവും. ഈ ഒരു കാരക്ക കീറും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാണ്, പൊന്നാര നബിയെ, ഞാൻ ഹിസാബിനകത്ത് വിചാരണയ്ക്കകത്ത് പെട്ടിട്ട് ഓരോ വരവും ഓരോ ചെലവും റബ്ബിന്റെ കോടതിയിൽ എനിക്ക് ബോധിപ്പിക്കേണ്ടി വന്നപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഞെരങ്ങി വരേണ്ടി വന്നു. പൊന്നാര നബി തങ്ങളുടെ സഹാബാക്കളിൽ അഗ്രഗണ്യനെ പറ്റി എപ്പോഴും പഠിപ്പിക്കും. മഹാനാറുകളൊക്കെ ചെയ്ത അനുഭവം. ഒരു രാജ്യത്തുനിന്ന് മൊത്തം വന്നതായ ഒട്ടകക്കൂട്ടങ്ങളെയും അതിനകത്തുള്ള മുഴുവൻ ചരക്കുകളെയും, വലിയ സംഭവം ഇത്. ആയിഷാവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഉമ്മുൽ മുഅ്മിനീൻ,
ബഹുമാനപ്പെട്ട മഹദി അവറുകളെ, ഈ കാണുന്ന ഒട്ടകവും ഇതിനകത്തുള്ള മുഴുവൻ ചരക്കുകളും ഞാൻ അവിടത്തേക്ക് ഏൽപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങ് ചെലവഴിക്കാൻ. എനിക്ക് ഒരു കണക്ക് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ഇന്ന രാജ്യത്ത് നിന്ന് പേർഷ്യന്ന് വന്ന മുഴുവൻ ഒട്ടകങ്ങളും അതിന്റെ പുറത്തുണ്ടായിരുന്ന ചരക്കുകളെല്ലാം റബ്ബെ ഞാൻ ആയിഷ ബീവിനെ ഏൽപ്പിച്ചു ദീനിന്റെ മാർഗം. അപ്പൊ പോട്ടെ, ഞാൻ അതിലേക്കൊന്നും വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഹിസാബ് ദുനിയാവ് കൂടുതൽ വരുന്തോറും ഹിസാബ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. റഹ്മാനായ റബ്ബ് അങ്ങനെയുള്ള ഹിസാബിലേക്കും വിഷമത്തിലേക്കും പോകുന്ന ദുനിയാവിനെ തൊട്ടൊക്കെ റബ്ബ് നമ്മളെ കാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മൂന്നാമത്തെ പാർട്ടി മോമിനിയങ്ങൾ തന്നെയാണ്, മുത്തക്കിങ്ങൾ തന്നെയാണ്. അവർ കുറെ സമ്പാദ്യമൊക്കെ ഇവിടെ ഉണ്ടാക്കി. ആ സമ്പാദ്യങ്ങളുമായിട്ട് വന്നപ്പോൾ ഞെരുങ്ങേണ്ടി വന്നു. അതാണ് കപ്പലിലെ സൗകര്യത്തിന് കിട്ടിയില്ല, ഇരിക്കാൻ പറ്റില്ല. നാലാമത്തെ വിഭാഗം ഇങ്ങനെ കറങ്ങി നടന്നവരാണ്. ഇതങ്ങോട്ട് കണ്ടതോടുകൂടി അവരങ്ങ് മതി മറന്നു. എന്ത് രസം, എന്ത് സുഖം, എന്തൊരു ആനന്ദം. അതിനകത്ത് അങ്ങോട്ട് മതി മറന്നിട്ട് ആഖിറത്തിലേക്കുള്ള ആ ഭാഗം അവരങ്ങ് മറന്നുപോയി. കപ്പലിന്റെ കാര്യം മറന്നുപോയി. എല്ലാം വാരി കെട്ടി കഴിഞ്ഞിട്ട് എന്നാ നമുക്ക് ചെന്ന് നോക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോ കപ്പിത്താൻ പറഞ്ഞത് അവർ വിസ്മരിച്ചില്ല, വിസ്മരിച്ചുപോയി. കപ്പിത്താൻ പറഞ്ഞെന്താ, വേഗം പോയിട്ട് പെട്ടെന്ന് തിരിച്ചു. ഇത് തന്നെ പടച്ചതമ്പുരാൻ നമ്മെ ഈ ഭൂമുഖത്തേക്ക് അയച്ചത് ദുനിയാവിന്റെ കെട്ടുപാടിനകത്ത് കിടന്നു മറിയാനല്ല. ഈ ദുനിയാവിനകത്ത് നിങ്ങൾ വന്നിറങ്ങാൻ വേണ്ടി വന്ന ഒരാള് കക്കൂസിനകത്ത് കയറിയിട്ട് യാവുന്നാളവരോട് ഇരിക്കണം താല്പര്യപ്പെടില്ലോ, വെളിക്കിറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. ഈ ദുനിയാവിലും മനുഷ്യൻ വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കാര്യം നടത്താനാണ്. മലവും മൂത്രം വിസർജിക്കുക. അത് സ്വർഗത്തിൽ പറ്റൂല. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പോകേണ്ടവരാണ്. അങ്ങനെ പോകാതെ ദുനിയാവിന്റെ സുഖത്തിൽ മതിമറന്നതായ ആളുകളെ സംബന്ധിച്ചാണ് പടച്ചോൻ പറഞ്ഞത്, അമ്മാമൻ തവാ വആഖറൽ ഹയാത്തുദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. ദുനിയാവിന്റെ സുഖത്തിൽ മതിമറന്ന് ജീവിച്ചതായ പടപ്പുകളെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ജഹീമാണ്, നരകമാണ്. അപ്പൊ ബഹുമാനികളെ, ഇതൊരു ശാശ്വതമായ ഒരു ജീവിതമല്ല. ഇത് ഇഹലോക ജീവിതം ശാശ്വതമല്ലെന്ന സത്യം മാറക്കണ്ട മനുഷ്യ. ഇന്നല്ലെങ്കിൽ നാളെയെല്ലാം വേടിഞ്ഞ് നീ യാത്ര തിരിക്കുമല്ലോ. ഇവിടത്തെ ജീവിതം ശാശ്വതമല്ല. ഇന്നല്ലെങ്കിൽ നാളെ പോണം. ഇന്ന് വാപ്പാന്ന് വിളിക്കുന്ന മക്കള്, ഇന്ന് ഉമ്മാന്ന് വിളിക്കുന്ന മക്കള്, ആ മക്കളെ നോക്കിക്കൊണ്ട് ജനം പറയും എത്തീമായ കൊച്ചാണല്ലോ. സാറബനൂക അയതാമൻ സിഗാറാ വഅനകഇർസകൽ ബഅലുൽ ജദീദൂൻ. നിന്റെ പൊന്നോമന മക്കളൊക്കെ അനാഥകളാകാൻ പോകുന്നു. ഇന്ന് നിന്റെ മാറിൽ നിന്ന് മുലപ്പാൽ ഉറിഞ്ഞു കുടിച്ചതായ കുഞ്ഞ് നാളെ ഒരു പെണ്ണിന്റെ കയ്യിലിരിക്കുന്ന കുപ്പിപ്പാലിൽ നിന്നും ഇപ്പോൾ ചപ്പാൻ പോകുന്നു. നിന്നെ ഖബറിടത്തിലേക്ക് മാറ്റപ്പെടാൻ പോകുന്നു. അതുപോലെ നിന്റെ ഇണയോടൊപ്പം പുതിയ ഇണ വന്ന് ചേരാൻ പോകുന്നു. നിന്റെ താമസ സ്ഥലം ഖബറിടത്തിലേക്ക് മാറ്റാൻ പോകുന്നു. ഇതാണ് ഒരു പരമാർത്ഥം, യാഥാർത്ഥ്യം. ബഹുമാനികളെ, നമ്മളെല്ലാം മരണത്തിലേക്ക് അടുത്തോണ്ടിരിക്കുക. പക്ഷെ അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. ദുനിയാവ് ഇങ്ങനെ കിട്ടാൻ വേണ്ടി, പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇങ്ങനെ കഠിനമായി അധ്വാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കഠിനമായ അധ്വാനം കൊണ്ട് നമ്മുടെ കഴുത്തേൽ ഒരു കയറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. രാവിലെ കറക്കാൻ വേണ്ടി, ആടിനെയും പശുവിനെയും ഒക്കെ കറക്കാൻ വേണ്ടി കുടുംബത്തിലുള്ളവർ ചെല്ലുമ്പോ ഒരു കാണേണ്ട ഒരു കളിയാക്കുന്നത്, കയറിൽ ബന്ധിച്ചിരിക്കുന്നതായ പശുവിന്റെ കുഞ്ഞിനെ അഴിക്കാൻ വേണ്ടി ചെന്നാൽ അതിനെ അഴിപ്പിക്കൂല. കാരണം അതിങ്ങനെ തിരക്ക് കൂട്ടിയാണ്. എന്തിനാ? എന്റെ അമ്മയുടെ മാറിടം ഇങ്ങനെ വീർത്ത് നിൽക്കുകയാണ്, അതെനിക്ക് കുടിക്കാനുള്ളതാണ്, എന്നെ ഒന്നോട് വേഗം അഴിച്ചുവിടുന്നതാണ് ഈ അഴിക്കാൻ ചെല്ലുന്ന ആളോട് പറയുന്നത്. ഇതിന് സംസാരമുണ്ട്. ഇങ്ങനെ തിരക്ക് പിടിക്കുമ്പോ കയറഴിക്കാൻ പോലും സമ്മതിക്കാതെ ഇങ്ങനെ വലിക്കുമ്പോ ഒരു വിധത്തിൽ ഈ കറക്കുന്നയാൾ ഇത് ഞങ്ങൾ അഴിച്ചു വിട്ടു കഴിഞ്ഞാല് നമ്മൾ ശ്രദ്ധിക്കണം. അത് ചെയ്യുന്ന പണി കഠിനാധ്വാനമാണ്. ഇതിന്റെ ഈ തള്ളയുടെ മാറിടത്തിലേക്ക് ചെന്ന് അതിന്റെ ആ മലക്കണ്ണയിൽ ചെന്ന് അങ്ങോട്ട് ചപ്പി കഴിയുമ്പോ അപ്പൊ പാല് കിട്ടൂല. ഇത് പാലിങ്ങോട്ട് വരുത്താൻ വേണ്ടി ഇത് പറയാണ് അമ്മയോട്, അമ്മേ ഞാൻ ഇന്നലെ വൈകുന്നേരം കുടിച്ചതല്ലേ, എന്റെ വയറൊട്ടിക്കിടക്കുകയാണ്, ഇങ്ങോട്ട് വിട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആട്ടുംകുഞ്ഞായാലും പശുക്കുഞ്ഞായാലും ഈ തള്ളയുടെ മാറിലേക്ക് ഇങ്ങനെ ഞാഞ്ഞ് തല വെച്ചുകൊണ്ടിട്ട് ഇടിക്കുന്നതിനാ വേഗം ചേർന്ന് കിട്ടാനാണ്. യഥാർത്ഥത്തിൽ നമ്മ ഒന്ന് ചിന്തിക്കണം. ഇതിന്റെ ഈ പാല് ഇത്ര ഇടിച്ച് ചപ്പി പാടുപെട്ട പാലിങ്ങോട്ട് ചെരക്കുന്നുണ്ടോ, ആ മുലക്കണ്ണ് വീർക്കുന്നുണ്ടോ എന്ന് കറക്കുന്ന ആൾ നോക്കിയിരിക്കുകയാണ്. വീർത്തൊന്ന് കണ്ടാൽ
ഒരൊറ്റ വലിയ സാവകാശം അല്ല വലിക്കണം. സാവകാശം ഇങ്ങോട്ട് വാ കുഞ്ഞെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ കിടാവേന്ന് പറഞ്ഞ് വിളിച്ചാലൊന്നും അത് വരില്ല. അത് കുടിച്ചോണ്ടിരിക്കുമ്പോ ഒരൊറ്റ വലി. അതാണ് സനസ്തദിർജുഹും എന്നാ പറഞ്ഞു. സനസ്തദിർജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. ഒരൊറ്റ വലി ഇങ്ങോട്ട് വലിച്ച് അതിനെ കൊണ്ടുവന്ന് നമ്മൾ കെട്ടിക്കഴിയുമ്പോൾ അതിന്റെ ദയനീയമായ അവസ്ഥകളൊക്കെ നമ്മളൊന്ന് കാണണം. ഞാൻ ഈ പാടെല്ലാം പെട്ട് ഈ പാരി മുലയിൽ വരുത്തിയിട്ട് ഒരു കവിൾ എനിക്ക് ചപ്പാൻ കിട്ടിയില്ലല്ലോ. നിരാശയോടെ വേദനയോടെ അതിന്റെ കുഞ്ഞു നാവും കൊണ്ട് ആ ചുണ്ടിന്റെ അറ്റത്തുനിന്നൊക്കെ ഇങ്ങനെ പാലിങ്ങനെ നക്കിയെടുക്കുന്നത് കാണാം. ഈ കറവക്കാരൻ കറക്കാൻ ചെന്ന ആളാരാണോ അയാൾ നിങ്ങൾ കറന്നെടുക്കും. ആടിന്റെ ആവട്ടെ പശുവിന്റെ ആവട്ടെ. അധ്വാനിച്ചത് വെറുതെ. നമ്മുടെയും അധ്വാനം ശരിക്കും ഇത് തന്നെയല്ലേ? നമ്മ പണിയെടുക്കുന്നു, കച്ചവടത്തിന് വേണ്ടി ഓടുന്നു, ചാടുന്നു, കള്ളക്കണക്ക് പറയുന്നു, തട്ടിപ്പ് പറയുന്നു, കത്തിയെടുക്കുന്നു, കവണ എടുക്കുന്നു, കേസ് കൊടുക്കുന്നു. എന്തിനാ? ഉണ്ടാക്കണം, വാരിക്കൂട്ടണം. ഈ വാരിക്കൂട്ടാൻ വേണ്ടി ശരിക്കും ഈ പരിശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് ദുനിയാവിലും ജോലിയും ചെയ്യണ്ടെന്ന് ഈ പറയുന്നതിന്റെ അർത്ഥമില്ല. എല്ലാ ജോലിയും ചെയ്യാം, കച്ചവടം ചെയ്യാം, കൃഷി ചെയ്യാം, അതുപോലെ വീടുണ്ടാക്കാം, വണ്ടി മേടിക്കാം, ഇതെല്ലാം ചെയ്യാം. പക്ഷെ ഇതിന്റെ എല്ലാം ചെയ്യുമ്പോൾ പടച്ചവനെ ഞാനിതൊന്നും വാങ്ങുന്നത് ദുനിയാവിൽ എനിക്ക് ഉപയോഗിക്കാനല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു വീട് പണിയാതിരിക്കട്ടെ. നമ്മൾ വീട് പണിയുമ്പോൾ എനിക്ക് ഈ വീടിനകത്ത് കയറി കിടക്കാൻ വേണ്ടിയാ പണിയുന്നു. ആ നെയ്യത്തിലല്ല പണിയണ്ടേ. പിന്നെ പടച്ചവനെ ഞാനിത് പണിതുണ്ടാക്കുന്നത് അള്ളാഹുവേ എനിക്ക് ഖബറിലേക്ക് വലിയ പ്രതിഫലം കിട്ടാനാണല്ല. നാളെ മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യപ്പെടാത്ത 4 നന്മകളുണ്ട്. തങ്ങൾ പറയാ, 1 രൂപ എവിടെ നിന്നുണ്ടായി, ആ 1 രൂപ എങ്ങോട്ട് പോയി എന്ന് കണക്ക് പറയണമെന്ന് പറഞ്ഞ അതേ നാക്കുകൊണ്ട് തന്നെ പറയുന്നു, നാളെ മഹ്ശറിൽ ഒരു അടിമ ചോദ്യം ചെയ്യപ്പെടും. ചോദ്യം ചെയ്യപ്പെടൂല 4 വിഭാഗത്തിലുള്ള ചെലവിന്. എന്നിട്ട് നമ്മൾ പറയാം നഫഖത്തുഹു അലാ അബവൈഹി. മാതാപിതാക്കൾക്ക് വേണ്ടി നീ ഇവിടെ സമ്പാദിച്ചതായ ചെലവഴിച്ചതായ ആ ചെലവുകൾക്കൊന്നും നാളെ കണക്കില്ലാതെ അല്ലാഹു തആല നിനക്ക് പ്രതിഫലം തരുന്നതാണ്. അപ്പൊ ഞാനൊരു വീട് പണിയാൻ അല്ലെങ്കിൽ ഞാനൊരു കാറ് മേടിക്കാൻ, പഠിച്ചവനെ ഞാൻ മൗത്തായാലും ഇത് ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് ഇത് ഫലപ്പെടണം, എന്റെ ഉപ്പാക്ക് ഫലപ്പെടണം, എന്റെ ഉമ്മാക്ക് ഫലപ്പെടണം. രണ്ടാമത് പറയുന്നതാണ് കുടുംബക്കാർക്ക് വേണ്ടി ചെലവഴിച്ചതിനും നാളെ കണക്ക് നോക്കാതെ അല്ലാഹു വാരിക്കോരി പ്രതിഫലം തരും. അപ്പൊ നമ്മളൊരു വീട് പണിയാണ്, പക്ഷവനെ എനിക്ക് കിടക്കാനല്ല. ഞാനിത് കിടക്കാൻ ഇത് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇതെനിക്ക് നാളെ ഇത് പണി വന്ന് നോക്കാൻ നേരം കിട്ടൂല. കാരണം നാളെ ഞാൻ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയല്ലേ. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു മീമി ഹാജി എന്ന് പറഞ്ഞിട്ട് ഈ പേങ്ങാട്ടിശ്ശേരിയിൽ. പക്ഷവനെ ആ പാവപ്പെട്ടവന്റെ ഖബറിനെ വിശാലാക്കി കൊടുക്കണമല്ല. തലേ ദിവസം ബുധനാഴ്ച വൈകുന്നേരം ഞാൻ വഴുതു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വഴുതിന്റെ സദസ്സിൽ ഒരാളും അറിയാതെ രഹസ്യമായിട്ട് അവിടെ ഞാൻ ചോദിച്ച സദക്കയിൽ ഏറ്റവും വലിയ സദക്കോടത്തേച്ചു. പിറ്റേ ദിവസം ഞാൻ വഴുതു പറയുന്ന സ്റ്റേജിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മീമി ഹാജിയുടെ മരണവും എനിക്ക് കിട്ടിയത് ഒരു അസുഖമൊന്നുമില്ല. തലേ ദിവസം മജ്‌ലിസിൽ നിന്ന് സദക്ക ചെയ്തയാണ്. പിറ്റേ ദിവസം ഞാൻ വേറെ സദസ്സിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യത്തായിരുന്നത്. മേക്കാലിലുണ്ട് ഒരു സുഹൃത്ത് പരീദുള്ള ഹാജി. പ്രസവനെ അദ്ദേഹത്തിന്റെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ. നമുക്ക് രാവിലെ 9:30 വരെ ഞാൻ ഫോണിനകത്ത് ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് രാവിലെ 9:30 ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. 12:30 ആയപ്പോ വിളിച്ചു പറയുന്നു പരീദുള്ള ഹാജി വിളിച്ചു. ഇതാ ജീവിതം. അല്ലാഹുവേ നീ ഞങ്ങളുടെയൊക്കെ അന്ത്യം നന്നാക്കി തരണേ പ്രസവരായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയോ, നമ്മളൊരു വീട് പണിയാണ്, അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കുകയാണ്, അല്ലെങ്കിൽ സ്ഥലം മേടിക്കുകയാണ്, കച്ചവടം ചെയ്യാണ്, ഇതൊന്നും പടച്ചവനെ ഇതൊന്നും എനിക്ക് അനുഭവിക്കാനല്ല. ഞാൻ ഇന്ന് പോകേണ്ടവനാ, അല്ലെങ്കിൽ നാളെ എനിക്ക് ഇവിടുന്ന് തീരേണ്ടതാ. പക്ഷെ ഞാൻ ഖബറിലേക്ക് ചെന്നാലും എനിക്ക് കണക്കില്ലാതെ പ്രതിഫലം കിട്ടുന്ന 4 നന്മകൾ പൊന്നാർ നബി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, പടച്ചവനെ ഞാൻ പണിയുന്ന വീട്ടിൽ, ഞാൻ വാങ്ങിച്ച വാഹനത്തിൽ, ഞാൻ കച്ചവടം ചെയ്തുണ്ടാക്കിയ ലാഭത്തിൽ എന്റെ മക്കള്, എന്റെ മാതാപിതാക്കള്, എന്റെ ഭാര്യ, എന്റെ കുടുംബക്കാര് അത് താമസിക്കുന്നിടത്തോളം കാലം, യാത്ര ചെയ്യുന്നിടത്തോളം കാലം, അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം, അവർ ധരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ സദഖയാണ് റബ്ബേ എന്ന് നെയ്യത്താക്കി കൊണ്ടിട്ടുള്ള ഈ പ്രവർത്തനത്തിനകത്തേക്ക് കിടക്കുക. അതാ പറഞ്ഞ, അല്ലാണ്ട് എല്ലാം ഇട്ടോടിക്കൊണ്ടിട്ട് വനാന്തരത്തിലേക്ക് പോകാനല്ല ഈ പറയുന്നത്. എല്ലാം ചെയ്യുമ്പോൾ ഇതെന്റെ അവസരം. അതല്ല ലളിതങ്ങൾ പറഞ്ഞത്.
നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രസവനെ എന്റെ ഇന്നത്തെ അവസാനത്തെ ഇശായ അല്ലാഹ് ഞാൻ നിസ്കരിക്കുന്നത്, നാളത്തെ സുബഹിക്ക് ഞാൻ ഇവിടെ ഇല്ല റബ്ബേ. ഇങ്ങനെ നെയ്യത്ത മനസ്സിൽ കരുതിക്കൊണ്ടേ നിസ്കരിക്കാവുള്ളൂ. അപ്പൊ എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെ. തങ്ങൾ അതല്ലേ വ്യക്തമായിട്ട് ഇതാ സുബഹത്ത, നീ പ്രഭാതത്തിൽ ഇവിടെ സാക്ഷിയായിട്ടുണ്ടെങ്കിൽ പല തന്തതിലും പ്രദോഷത്തിൽ ഇവിടെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കണ്ട. ഇതല്ലേ നമ്മുടെ ആവശ്യവുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്നറിയോ, നമ്മളിങ്ങനെ കഠിനമായി പരിശ്രമിക്കുന്നതിനാ പഠിച്ചവനെ ഈ വീടൊന്ന് വേഗം പൂർത്തിയാകണം, ഈ വണ്ടി ഒന്ന് വേഗം വാങ്ങിച്ച് ശരിയാക്കി എടുക്കണം, ഈ കച്ചവടത്തിന് ഇന്ന ലാഭമൊക്കെ കിട്ടണം, ഈ പിന്നെ ഭൂമിയൊക്കെ ഇന്ന രീതിയിലൊക്കെ എനിക്ക് മേടിച്ചെടുക്കണം. ഈ നിലയിൽ നമ്മളിങ്ങനെ കഠിനമായി അധ്വാനിക്കുമ്പോൾ നമ്മുടെ കഴുത്തേലുണ്ട് നമ്മുടെ കറവക്കാരന്റെ കയറ്. ആരാ കറവക്കാരൻ? ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ ഇസ്രായീൽ അലൈഹിസ്സലാം കഴുത്തേൽ കയറിട്ട് പിടിച്ചോണ്ടിരിക്കുക. ഇസ്രായീലാ നോക്കണ പാല് ചെറുന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ടൈം ഇവനൊക്കെ എപ്പോഴാവണേന്നാ നോക്കണേ. ഇവളുടെ ടൈം എപ്പോഴാണ്? ആ ടൈം അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരൊറ്റപ്പെടുത്താണേ. എന്തെല്ലാം കേരിച്ചിട്ടും എത്ര സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. എനിക്കൊന്നും കൂടെ ഒരു ശ്വാസം വിടാൻ അനുവാദം താട്ട്, ഒന്നും കൂടി എന്റെ കുടുംബക്കാരെ കാണാൻ കണ്ണിനൊരു അനുമതി താട്ട്, ഒരു വാക്ക് നാക്കുകൊണ്ട് പറയാൻ ഒരു അവസരം താട്ട്. ഇതൊന്നും ഈ ഇസ്രായേലിന് മനസ്സിലാകാനും കേൾക്കാനുള്ള ശൈലിയിലല്ല അല്ലാഹു തആല ഇസ്രായേലിനെ പാകപ്പെടുത്തിയത്. അറക്കാൻ വേണ്ടി വന്ന ആള് കത്തി എടുക്കുമ്പോ അതിനെ മൃഗത്തിനെ മറിക്കുമ്പോ ഇതിന്റെ കാലം കെട്ടുമ്പോൾ ഇത് വർത്താനം പറയുന്നത് ഈ അറവക്കാരന് കേൾക്കുമെങ്കിൽ ഒരൊറ്റ മനുഷ്യനെ കൂടെ അറക്കാൻ പറ്റുമോ? ഇന്ന് ക്രൂരന്മാരായ ഇരുകാലികളും നിരപരാധികളാവുന്ന മനുഷ്യന്മാരെ തല്ലിക്കൊല്ലണം അല്ലേ പറഞ്ഞേ? അതുങ്ങൾ തല്ലുകൊണ്ടിങ്ങനെ മരിച്ചോണ്ടിരിക്കുമ്പോ കൈ പിടിക്കുന്നു, കാല് പിടിക്കുന്നു, തല്ലല്ലേ രക കൊല്ലല്ലേ എന്നൊക്കെ പറയുന്നു. പക്ഷെ കേൾക്കാത്തൊന്നുണ്ടാ. അത് ഇരുകാലികളായ മൃഗങ്ങളാണ്. നടക്കട്ടെ ബഹുമാനികളെ, കേട്ടോണ്ടിരിക്കുന്ന എന്തൊക്കെയോ റഹ്മാനായ റബ്ബേ. കൂട്ടമായി കശാപ്പുകൾ നടക്കുന്നില്ല എന്ന് മാത്രം ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അവകാശങ്ങളും ഹനിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നീതിയും അനീതിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്ന നിലയിലേക്ക് നീക്കുന്നു. എല്ലാത്തിനും നമുക്കൊരു മറുപടിയെ കൊടുക്കേണ്ടതുള്ളൂ. ഞങ്ങളെല്ലാം വേദനിപ്പിച്ച്, ഞങ്ങളെല്ലാം കൊന്ന്, ഞങ്ങളെല്ലാം ഒറ്റപ്പെടുത്തി, ഞങ്ങളുടെ പള്ളികളെല്ലാം പിടിച്ചെടുത്ത്, ഇപ്പൊ കാശി മധുരയൊക്കെ പുതിയ ലിസ്റ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പിടിച്ചെടുത്തിട്ട് നിങ്ങൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ മരിക്കാമെന്നതാ. ഇന്നൊക്കെ മയ്യത്തും വൈന്നഹും മയ്യത്തും. നമ്മളാ ഒരു നിലയിലേക്ക് നീങ്ങണം. ഞങ്ങളിവിടെ മരിക്കാമെന്നതാ, ഞങ്ങൾ മരിക്കുകയാണ്, നിങ്ങളും അതുപോലെ തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. വേണ്ടോ? ഇവിടെ ഈ തട്ടിപ്പറിക്കുന്നവരും ഈ പിടിക്കുന്നവരും ഈ അനീതി വിധിക്കുന്നവരും ഈ അനീതി നടപ്പിലാക്കുന്നവരും ഈ കൊല നടത്തുന്നവരും ഈ അക്രമം നടത്തുന്നവരും എല്ലാം കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാം അടിയേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനികളെ, ഇസ്രായേലിനോട് എന്തെല്ലാം ഇപ്പൊ ഈ പശുവിന്റെ കിടാവ് അല്ലെങ്കിൽ ആടിന്റെ കുഞ്ഞ് ഈ കറവക്കാരൻ ഇങ്ങനെ നോക്കുമ്പോ ഇതിങ്ങനെ പാല് നക്കണതും ഈ പാടെല്ലാം പെട്ടി മുല ചരത്തിയിട്ട് ഒരു കവള് കുടിക്കാൻ കിട്ടിയില്ലോ എന്നുള്ള സങ്കടം കാണിക്കുന്നതൊക്കെ ചിലപ്പോ ഈ കറക്കുന്ന ആൾക്കൊരു ദയ തോന്നിയിട്ട് വിട്ടേക്കാം. പക്ഷേ എന്തെല്ലാം പറഞ്ഞാലും എന്നെ ഒന്ന് ഒഴിവാക്കേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തേ, ഇതൊന്നും ചിറ്റൂരിക്കുന്നവർ കേൾക്കണില്ല. നഹനു അഖറബിലിഹി മിൻകും വലാകില്ലാ തുബ്സിറൂൻ ഖുർആൻ പറഞ്ഞതാ. നിങ്ങൾ മരിക്കാൻ പോണ ആളുടെ ചുറ്റുവിരിപ്പുണ്ട്. ഈ മരിക്കാൻ പോണ ആൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ നിങ്ങൾ കേൾക്കണില്ല. പക്ഷെ നിങ്ങളെക്കാൾ ആ മരിക്കാൻ പോകുന്ന വ്യക്തിയിലേക്ക് അടുത്തത് ഞാനാണേ. ഇതൊന്നും ചുമ്മാ പറയണ കാട്ടുകഥകളല്ല കേട്ടോ. എനിക്ക് അടുത്ത നിമിഷത്തിൽ, അടുത്ത മിനിറ്റിൽ, അടുത്ത മണിക്കൂറിൽ വരാൻ പോകുന്ന പരമാർത്ഥത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കും വരാനിരിക്കുന്ന ഒരു പരമാർത്ഥം. അതുകൊണ്ട് ഫൽ തൻദുറ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ, അസ്രായീൽ എന്ന് പറയുന്ന ആ പടപ്പിന്റെ കയ്യിലാണ് നമ്മുടെ കഴുത്തേ കിടക്കുന്ന കയറിന്റെ അറ്റം കൊടുത്തേക്കണം. എപ്പോഴാ ടൈം ആവണേന്ന് നോക്കിയാണ് ഒറ്റപ്പെടുത്ത. എന്തെല്ലാം പറഞ്ഞാലും അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. എന്തുകൊണ്ടാ? അതാ ഞാൻ ചോദിച്ച കശാപ്പുകാരനായ മനുഷ്യൻ കരയുന്ന ആടിന്റെ കരച്ചിലിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ, അത് ഗ്രഹിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ
ഒരൊറ്റ ആടിന്റെ കഴുത്തിൽ കത്തി വയ്ക്കുമോ? അറക്കുന്നയാൾ ക്രൂരനൊന്നുമല്ല, അത് അള്ളാഹും റസൂലുള്ളാഹിക്ക് അനുവദിച്ചേക്കുന്ന കാര്യമാണ്. ഒരാടിനെ അറക്കാൻ വേണ്ടിയിട്ട് പിടിക്കുകയാണ്. നമ്മൾ കേൾക്കണെന്താ ബാ ബാന്ന് അതിങ്ങനെ ഇറങ്ങുന്നു വിളിക്കുകയാണ്. ശരിക്കും അത് പറയണെന്താ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും കൊല്ലല്ലേ, എന്റെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് എന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് എന്നെ വിടണേ, ഇതാ പറയണേ. പക്ഷെ വിടൂല. നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോത്തും വണ്ടിയിൽ കണ്ടില്ലേ, പോത്തും വണ്ടിയിൽ പോത്തിനെ കൊണ്ടുപോണ വണ്ടി, അറവമാടുകളെ കൊണ്ടുപോണ വണ്ടി, 10 പോത്തിനെ കയറ്റാവുന്ന ലോറിയുടെ പ്ലാറ്റ്ഫോമില് 30 പോത്തുണ്ടാവും. ഇതെല്ലാം പൊള്ളാച്ചിന്ന് മാർക്കറ്റിൽ നിന്ന് കയറ്റിയേക്കണമെങ്കിൽ ആലുവ മാർക്കറ്റിലേക്കാ കൊണ്ടുപോയില്ലെങ്കിൽ പോരുന്ന വഴിക്കെല്ലാം കരയുകയാണ്. ആ വണ്ടിയുടെ മുകളില് ഇതിനെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു പണിക്കാരനെ കയറ്റിയിരുത്തിണ്ടാവും. ഇയാൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ഇറങ്ങിച്ചെന്ന് ഈ 2 വശത്തു നിന്ന് ഈ 2 എണ്ണം കൂടി ഞെക്കണോണ്ടിട്ടാണോ നിന്റെ എല്ലൊടിയണമെന്ന് പറഞ്ഞ് നീ വേദനിക്കുന്നത് എല്ലാം കൂടെ മാറ്റി നിർത്താ ഇല്ല. അവനവിടുന്ന് കട്ടപ്പൂരി വെച്ചോണ്ടിരിക്കും. ഇതിങ്ങളിങ്ങനെ ഞെങ്ങും, ചിലതിന്റെ ശ്വാസം മുട്ടും, ചിലരൊക്കെ ജീവൻ പോവും. മൂക്കിലിങ്ങനെയാണ് വലിച്ചു കെട്ടിയിട്ട് ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണാണ് ആ മൂക്കിന്നൊക്കെ. ഏത് വണ്ടിയില് നിർത്തിയിരിക്കുന്ന നോക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നവനെ ഇറങ്ങി വന്നിട്ട് ഇതൊക്കെ നോക്കണേ. കാരണം ഇതിങ്ങളുടെ കരച്ചിലിന്റെ ശബ്ദം വർത്താനം ഈ കൊണ്ടുപോകുന്ന ഈ പണിക്കാരനായ ഈ 2 കാലിക്ക് മനസ്സിലാവില്ല. ഇത് തന്നെ ഇവിടെ നമ്മളെ കിടന്നിങ്ങനെ ചക്രശ്വാസം വലിക്കുകയാണ്. മലം പോകുന്നു, മൂത്രം പോകുന്നു, തലച്ചോറ് മുറുകുന്നു, ഞരമ്പുകളെല്ലാം പൊടിയുന്നു, ജോയിന്റുകളെല്ലാം വിടുന്നു, താങ്ങാൻ പറ്റണില്ല. ഇല്ല ബഹുമാനികളെ, ഇതുപോലെയാണെങ്കിൽ ഈ നിലക്കുള്ള ഒരു അവസ്ഥയിലേക്കാണെങ്കിൽ നമ്മളെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതും ഈ നേരത്തെ പറഞ്ഞ ഈ കശാപ്പുശാലയിലേക്ക്, ഈ കശാപ്പുശാലയിലുള്ള അവസ്ഥ എന്താ? ഒരാടിന് അല്ലെങ്കിൽ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, ഒരു കശാപ്പുശാലയിൽ ഞാൻ ഇത്തിരി പോത്തിറച്ചി മേടിക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ ഓലമടലിന്റെ ഇടയക്കൂടെ തല പുറത്തേക്ക് ഇട്ടിട്ടൊരു എരുമ ദയനീയമായിട്ട് ഇങ്ങനെ മുറിവിളിക്കുക. എന്റെ മനസ്സിലപ്പോ തോന്നി, പടച്ചോനെ മനുഷ്യ എന്നെ ഒന്ന് അഴിച്ചുവിടാവോ? എന്റെ കൂടെ വന്നതിന് വേണ്ടിട്ട് വെട്ടി നുറുക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുക. ഇയാൾ എന്നെ അറക്കും, അതുകൊണ്ട് എന്നെ രസം. ഞാൻ ആ എരുമേനെ അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തോടെ വയ്യ കശാപ്പുകാരൻ കാണാണ്ട് ഇവിടെ വന്നിട്ട് കയറഴിച്ചു വിട്ട് അവൻ എന്നെ അറക്കൂല ഇവിടെ ഇട്ടു. അതിങ്ങനെ പറയുന്നുണ്ട്. ഇത് തന്നെ ഇപ്പൊ നമ്മുടെ അവസ്ഥ. എന്നാ വേറെ ചില മാടുകളോ അതുങ്ങൾ അപ്പുറം നിന്നിട്ട് നിറച്ച് പുല്ല് തിന്നുന്നുണ്ട്, ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്. ഇവിടെ ഇറച്ചി തീർന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് ഇറക്കൽ തന്നെയാ. നമ്മുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാ. നമ്മളെല്ലാം അറവ് മാടുകൾ തന്നെയാ. ഓരോന്നിനെ അർത്ഥോണ്ടിരിക്കുക. എടാ ബാബാ മുസ്ലിയാരെ, നിന്റെ കൂട്ടുകാരന്മാര് മരിച്ചതിനെ പറ്റി നീ പറയുന്നുണ്ടല്ലോ. നിന്നേക്കാൾ പ്രായം കുറഞ്ഞ നിന്റെ അംസ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ പോഞ്ഞാശ്ശേരി എലവുംകൂടി അംസ എന്ന് പറയുന്ന നല്ല ചെറുപ്പക്കാരൻ നിന്നേക്കാൾ എത്രയോ വയസ്സ് താഴെയുള്ളതാ, മരിച്ചുപോയില്ലേ? നിന്നേക്കാളും പ്രായം കുറഞ്ഞവർ മരിക്കുന്നു, നിന്നേക്കാളും പ്രായം കൂടിയവർ മരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയില് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ മുസ്ലിയാര്, കൊടയത്തൂര് പള്ളിയിലെ മോദിൻ, 54 വയസ്സ്, എന്നെക്കാളും 6 വയസ്സിന്റെ ചെറുപ്പം. സുബഹിക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടി എഴുന്നേക്കാതെ വന്നപ്പോ ഭാര്യ നോക്കി, എന്താ എഴുന്നേക്കാത്തത്? മരിച്ചെടുക്കുക, ഉറക്കത്തിൽ വെച്ചു. ഇങ്ങനെ നിന്റെ കൂട്ടത്തിൽപ്പെട്ടവരൊക്കെ പോകുമ്പോ നിന്നെ ഇതുപോലെ കണ്ടിക്കാനുള്ളതാണ്, അറക്കാനുള്ളതാണെന്ന് നീ എന്താണ് ചിന്തിക്കാത്തേ? ഇതാ പാഠം. നിന്റെ കൂട്ടത്തിലുള്ളവർ വിട പറഞ്ഞു പോകുന്നത് നിന്റെ കൂട്ടുകാരുടെയും കൂട്ടുകാരികളുടെയും ഇണകളൊക്കെ വിധവകളും കുഞ്ഞുങ്ങളൊക്കെ അനാഥകളുമൊക്കെ ആകുന്നത് നിനക്ക് ചിന്തിക്കാനും പഠിക്കാനും പാഠമില്ലെങ്കിൽ പിന്നെ ഈ ദുനിയാവിൽ നിനക്ക് വേറെ ഒരു വഴന്നും പറഞ്ഞു തരാനില്ല. ഇതാ ഏറ്റവും വലിയ വഴന്ന്, ഏറ്റവും വലിയ വഴന്ന് അതാണ്. അതുകൊണ്ട് ബഹുമാനികളെ, അറുത്തറുത്ത് കശാപ്പുശാലയിൽ അറുത്തറുത്ത് കൂട്ടുമ്പോൾ മാടുകൾ ഇങ്ങനെ തിന്നോണ്ടിരിക്കുന്നതിനെ കുടിച്ചോണ്ടിരിക്കുന്നതിനെ ഈ വായിലൂടെ അങ്ങോട്ട് വിടുന്നതായ ഭക്ഷണപാനീയങ്ങൾ ഈ ഹലത്തോട്ട് അങ്ങോട്ട് താഴത്തേക്ക് എത്തി ആമാശയത്തിൽ എത്തുന്നതിന് മുമ്പ് അറക്കുക. അത് തന്നെ നമ്മുടെ അവസ്ഥ. ഇന്ന് കുടിച്ചത്, ഇന്ന് കഴിച്ചത് ദഹിക്കുമോ? അത് നമ്മുടെ രക്തവുമായിട്ട് അതിന്റെ
അതിന്റെ അതിന്റെ ഫലങ്ങളൊക്കെ പിന്നെ അലിഞ്ഞു ചേരുവോ, ഞാൻ ഈ കഴിക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് ഗുണം കിട്ടുവോ, എന്റെ ആരോഗ്യം ഒരു നിലയ്ക്കും ആ നിലയ്ക്ക് ചിന്തിക്കാതെ പടച്ച തമ്പുരാനെ, ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമാണല്ലോ, നാളത്തെ സൂര്യനിലൂടെ ഉദിക്കുമ്പോൾ അള്ളാഹുവേ, ഈ കാണുന്ന മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ കാണുന്ന വാഹനങ്ങളും ട്രെയിനുകളും പ്ലെയിനുകളും ഒക്കെ ഇതിൽ സഞ്ചരിക്കുന്നുണ്ട്, ഈ വെള്ളങ്ങളൊക്കെ ഇതുപോലെ ഒഴുകുന്നുണ്ട്. പക്ഷേ റബ്ബേ, ഞാൻ മാത്രം ഖബറിൽ അടക്കപ്പെട്ടവനായിരിക്കും അല്ലാ. ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ നീങ്ങിയാൽ നമുക്കാരെയും ഉപദ്രവിക്കാൻ കഴിയില്ലോ. ആരെയും തട്ടിച്ചെടുക്കാനും പറ്റൂല, ആരെയും പറ്റിക്കാനും പറ്റൂല. ഒരു ശ്വാസം പോലും അള്ളാഹുവിന്റെ പൊരുത്തത്തിലല്ലാതെ നമുക്ക് പുറത്തേക്ക് വിടാൻ കഴിയില്ല. റഹ്മാനായ റബ്ബ് എത്ര ശ്വാസം അകത്ത്, അതൊക്കെയല്ലേ മഹാന്മാരുടെ ഓസലാദമിന്റെ റിഫായി ഷെയ്ഖിന്റെ ഒക്കെ ചരിത്രങ്ങളൊക്കെ പറയുന്നു. ചുമ്മാ എന്ന് പറഞ്ഞിട്ട് ഹാ ഹു ഹി ഹൈ എന്ന് പറയുന്നത് അല്ലാതെ അവരുടെ ഓരോ ശ്വാസത്തിലും അവര് ദിക്റാർന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ല. അത് പുറത്തേക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ അവസാനത്തെ ഹായും ഹൂവും ഒക്കെ ആയിരിക്കും കേൾക്കുന്നത്. അവരുടെ ഓരോ ശ്വാസത്തിലും അവർ ദിക്ർ ചൊല്ലിക്കൊണ്ടായിരുന്നു. നിമിത്തങ്ങൾ എന്ന ദിവസം 100 പ്രാവശ്യം അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ പറയുന്നു പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ അവസ്ഥ നോക്കുമ്പോൾ, പഠിച്ചവനെ, ഞങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ട, നീ തൃപ്തിപ്പെട്ട അള്ളാഹുവെ, അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്ന ശാക്രിയങ്ങളിൽ പെടുത്തി തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ജീവിക്കുന്ന കാലം ഞങ്ങളുടെ ആരുടെയും ജീവിതം അള്ളാഹുവെ ആർക്കും ഒരു ഭാരമാക്കാതെ കാക്കണേ പടച്ചോമ്പരാനെ. റഹ്മാനായ റബ്ബേ, മരിക്കുമ്പോൾ അള്ളാഹുവെ ഭയാനകമായ മരണത്തിന്റെ വേദന, ഒരു മുള്ളു കൊണ്ടാൽ ആ മുള്ളു ഊരിയെടുക്കുന്നതിന്റെ വേദന പോലും, കൊണ്ടതിന്റെയോ ഊരിയെടുക്കുന്നതിന്റെയോ വേദന പോലും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പഠിച്ചവനെ, ഈ ശരീരത്തിൽ നീ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ ആത്മാവെന്ന് പറയുന്ന, റൂഹെന്ന് പറയുന്ന ആ കാണാൻ കഴിയാത്തതായ അതിനെ അല്ലാഹുവേ ശരീരത്തിൽ നിന്നും മലക്കുൽ മൗത്ത് ഊരിയെടുക്കുമ്പോൾ പഠിച്ചവനെ, ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഭയാനകമായ മരണത്തിന്റെ വേദന അല്ലാഹ് നീ ഞങ്ങൾക്ക് എളുപ്പാക്കി തരണേ അല്ലാഹ്. മരിക്കുമ്പോൾ ശുഭലക്ഷണത്തോടെ നെറ്റി വയർത്ത്, കണ്ണുനീരൊഴുകി, ചുണ്ടുകൾ ഉണങ്ങി, മൂക്കിന്റെ ദ്വാരങ്ങൾ വിടർന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാം വിധി കൂട്ടി തന്ന് അനുഗ്രഹിക്കണേ പഠിച്ചവനെ. ഈമാൻ ബലഹീനമായ ഞങ്ങൾക്കൊന്നും താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങളിലേക്കൊന്നും അല്ലാഹുവേ ഞങ്ങളെ ആരെയും എത്തിക്കാതെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം അല്ലാഹുവേ നിർഭയമായി നിന്റെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹ് നീ ഞങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഏക സിവിൽ കോഡ് അടക്കമുള്ള ഉമ്മത്തിനെ വേദനിപ്പിക്കുക, ഉപദ്രവിക്കുക എന്ന ഒറ്റ അജണ്ടയുമായി വരുന്ന ഭരണാധികാരികളുടെയൊക്കെ മനസ്സിനെ അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ അല്ലാഹുവേ, ഈ ലോകമാകെ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ COVID-19 എന്ന് പറയുന്ന മഹാവ്യാധി അല്ലാഹുവേ ഞങ്ങളുടെ ആരുടെയും കുടുംബങ്ങളിലേക്ക് കടന്നു വരാതെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. പ്രച്ചവനെ, വന്നു മൗത്തായി പോയവർക്കൊക്കെ ശുഹദാക്കളുടെ പദവി നൽകണേ തമ്പുരാനെ. ആർക്കെങ്കിലും പിടിപെട്ടെങ്കിൽ ഷാഫി നീയാണ്, കാഫി നീയാണ്, അല്ലാഹുവേ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവസാനം മുത്തനബിത്തങ്ങളുടെ പവിത്രമായ മുഖം കണ്ടുകൊണ്ടിട്ട് മരിക്കാനും നാളെ പന്നാനബിത്തങ്ങളോടൊപ്പം സാലിഹ്യങ്ങളോടും സാലിഹത്തുകളോടൊപ്പം ഒത്തുകൂടാനും അല്ലാ നിന്റെ മഹത്തായ ഫദ്ലുകൊണ്ട് പഠിച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, കൂട്ടുകുടുംബാദികൾ, ഗുരുനാഥന്മാർ, ഉസ്താദന്മാർ, മശായിഖന്മാർ, ഞങ്ങളുടെ സ്നേഹിതന്മാർ, സ്നേഹിതകൾ പഠിച്ചവനെ, ഞങ്ങളുമായി ഹൈറായ ബന്ധങ്ങളുള്ളവർ അല്ലാഹു എല്ലാവർക്കും നീ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലി അലാ ജമീഇൽ മുർസലീൻ.